സൗദി അറേബ്യൻ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും അതായത് UAE നമ്മുടെ ദുബായ് അബുദാബി ഒക്കെ ഉള്ള സ്ഥലം അല്ലേ, ഇവർ രണ്ടുപേരും എന്തിനാണ് എപ്പോഴും യുദ്ധം ചെയ്യുന്നത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇവർ തമ്മിൽ പരസ്പര ഒരു യുദ്ധം നമ്മൾ ആരും കാണാറില്ല. പക്ഷേ യമന്റെ കാര്യം വരുമ്പോഴും സുഡാന്റെ കാര്യങ്ങളൊക്കെ വരുമ്പോഴും എല്ലാവരും പുറത്തോട്ട് പറയുന്നത് ഇത് സൗദിയും അതുപോലെ തന്നെ UAEയും തമ്മിലുള്ള യുദ്ധമാണെന്ന് അല്ലേ. സത്യത്തിൽ പലർക്കും ഇപ്പോഴും അറിയില്ല എന്താണ് സൗദിക്കും UAEക്കും ഈ സുഡാനിലും യമനിലും ഇത്ര താല്പര്യം, എങ്ങനെയാണ് ഇവിടെ ഇവരുടെ യുദ്ധങ്ങൾ വരുന്നത് എന്നുള്ളത്. നിഴൽ യുദ്ധങ്ങളാണ് കേട്ടോ. പ്രോക്സി ഗ്രൂപ്പ്സിനെ വെച്ചിട്ട് മറ്റൊരു രാജ്യത്ത് ഇവർ രണ്ടുപേരും യുദ്ധം ചെയ്യുക. അവിടുത്തെ രാജ്യം പിളർന്നാലും കുഴപ്പമില്ല, ആ രാജ്യത്തിന് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടേണ്ടത് കിട്ടണം. ഇതാണ് സൗദിൻ്റെയും അതുപോലെ തന്നെ UAEയുടെയും ഒരു മെൻറ്റാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സൗദി UAE യുദ്ധം? ഇന്നലെ സൗദി UAEയുടെ എന്താ പറയുക കപ്പൽ തകർത്തു എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ, അല്ലെങ്കിൽ UAEയുടെ ആയുധമായിട്ട് യമനിലോട്ട് പോയിട്ടുള്ള കപ്പൽ സൗദി തകർത്തു അല്ലെങ്കിൽ ബോംബ് ഇട്ടു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെയൊക്കെ അടിസ്ഥാന കാര്യം എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ഒക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞുതരാം. വർഷങ്ങളായിട്ട് ഹൂത്തികൾക്കെതിരെ ഒരുമിച്ച് പോരാടിയിരുന്ന ആൾക്കാരായിരുന്നു സൗദിയും അതുപോലെ തന്നെ UAEയും. പക്ഷേ ഇപ്പം പരസ്പരം വിരുദ്ധമായിട്ട് രണ്ട് ചേരിയിൽ ഇരുന്നിട്ട് ഇവർ തമ്മിലുള്ള യുദ്ധത്തിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അതായത് പ്രത്യക്ഷമായ സൈനിക സംഘർഷം എന്താണെന്ന് നമ്മൾ പറഞ്ഞാൽ ഇപ്പം നടക്കുന്നത്. സാധാരണഗതിയിൽ ചർച്ചയിലൂടെയൊക്കെയാണ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാറുള്ളത്. പക്ഷേ ഈ രണ്ട് രാജ്യങ്ങൾ ഇപ്പോൾ നേരിട്ട് ഏറ്റുമുട്ടാൻ നീങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ഈ കാണുന്നത്. അതായത് യമനിലെ മുക്കാല എന്ന് പറഞ്ഞിട്ടുള്ള തുറമുഖത്ത് സൗദി നടത്തിയ ബോംബാക്രമണമാണ് നമ്മൾ ആദ്യം തുടക്കത്തിലെ നമ്മൾ പറഞ്ഞത്. അതായത് UAEയിൽ നിന്നും എത്തിയെന്ന് കരുതപ്പെടുന്ന ആയുധ കപ്പലുകളാണ് സൗദി തകർക്കുന്നത്. തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ നീക്കങ്ങൾ ഇനി വെച്ച് പൊറുപ്പിക്കൽ എന്ന ശക്തമായ സന്ദേശമാണ് സൗദി UAEക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ യമനിലെ ഈ കപ്പൽ അല്ലെങ്കിൽ ഈ ഒരു തുറമുഖത്തേക്ക് UAE ആണോ ഈ പറഞ്ഞ ആയുധങ്ങൾ വിട്ടത്, അതല്ലെങ്കിൽ യമനിലെ ഗ്രൂപ്പിനെ യമനിൽ തന്നെ ഇപ്പോൾ രണ്ട് ഗ്രൂപ്പായിട്ടാണ് കാര്യങ്ങൾ, രണ്ട് ആളുകൾ രണ്ട് പട്ടാളമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതിലെ ഒരു ഗ്രൂപ്പിന് എന്തിനാണ് UAE ആയുധങ്ങൾ എത്തിച്ചു കൊടുക്കുന്നത്? അത് ഞങ്ങൾക്കെതിരെ, അല്ലെങ്കിൽ അവർ ആ ആയുധങ്ങൾ വെച്ച് ഞങ്ങൾക്കെതിരെ, ഞങ്ങളുടെ എണ്ണ കമ്പനികൾക്കും എണ്ണ പാടങ്ങൾക്കും എതിരെ ഇവർ ഈ ബോംബുകൾ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, അതുകൊണ്ട് ഞങ്ങളത് തകർത്തു എന്നാണ് സൗദി പറയുന്നത്. ഇതിലൊരു ജിയോ പൊളിറ്റിക്കൽ വാറാണ് കേട്ടോ ഇതിൽ മെയിനായിട്ട് വരുന്നത്. ഇതിലൊരു ജിയോ പൊളിറ്റിക്കൽ വാറാണ് ഈ രണ്ട് രാജ്യങ്ങൾക്ക് ഇടയിലുണ്ടാവുന്നത്. അതായത് സഖ്യകക്ഷികളാണെങ്കിലും യമനിലെ ഇരു രാജ്യങ്ങൾക്കും വ്യത്യസ്തമായ ലക്ഷ്യങ്ങളാണുള്ളത്. ഇപ്പോൾ നമ്മൾ അറബ് നേഷൻസ് അല്ലെങ്കിൽ അറബ് ലീഗ് അല്ലെങ്കിൽ അറബ് ഗ്രൂപ്പൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇവരൊക്കെ സഖ്യകക്ഷികളാണ്. പക്ഷേ യമനിൽ ഇവരുടെ താല്പര്യങ്ങൾ രണ്ടാണ്. സൗദി അറേബ്യയുടെ ലക്ഷ്യം എന്താണെന്നുള്ളത് വളരെ സിമ്പിളാണ് കേട്ടോ. അതായത് സൗദി അറേബ്യയുടെ ഏകദേശം 1300 കിലോമീറ്ററിൻ്റെ ചുറ്റളവിൽ അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് യമൻ. അപ്പോൾ യമനിൽ ഹൂത്തികളും അല്ലെങ്കിൽ അവിടുത്തെ മറ്റ് യഥാർത്ഥ ഭരണവും തമ്മിൽ ഇഷ്യൂസും ക്ലാഷസും വരുന്ന സമയത്ത് ഇവർ പിളർന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഭരണ അരാജകത്വം ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം ഹൂത്തികൾക്ക് ഭരണം കിട്ടിയാൽ ഹൂത്തികൾ ഒരു സൈഡ് എടുത്ത് മറ്റൊരു സൈഡ് എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും ഇറാൻ്റെ സപ്പോർട്ടോടുകൂടിയുള്ള ഹൂത്തികൾ എപ്പോഴും സൗദിനെ ആക്രമിക്കാനാണ് നോക്കുക. കാരണം സൗദിയും ഇറാനും എപ്പോഴും ബദ്ധ ശത്രുക്കൾ തന്നെയാണ്. അതുകൊണ്ട് ഈ യമനിൽ നടക്കുന്ന അത്തരത്തിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് വന്നു കഴിഞ്ഞാൽ അത് സൗദിക്കാണ് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സൗദി എപ്പോഴും വിചാരിക്കുന്നതാണ് യമനിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ട് ഹൂതികൾക്ക് ഭരണം കിട്ടരുത്, അല്ലെങ്കിൽ യമൻ മുറിഞ്ഞ് രണ്ട് രാജ്യങ്ങളാവുക അല്ലെങ്കിൽ രണ്ട് പ്രവിശ്യകളായിട്ട് മാറരുത്, ഒറ്റ രാജ്യമായിട്ട് ഒരു കോമൺ ആയിട്ടുള്ള ഭരണം യമനിൽ വരണം എന്നാണ് സൗദി എപ്പോഴും ചിന്തിക്കാറ്. കാരണം അവർ വളർന്നു കഴിഞ്ഞാൽ അത് സൗദിയുടെ അതിർത്തി ആയതുകൊണ്ട് തന്നെ സൗദിക്കാണ് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ സൗദിയുടെ താല്പര്യം ഇതാണ് ഇക്കാര്യത്തിൽ, വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ. ഇനി UAEയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിർത്തിയല്ല. UAEയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ബിസിനസ്സും പൈസയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് UAEയുടെ താല്പര്യങ്ങൾ പ്രധാനമായും തന്ത്രപ്രധാനമായിട്ടുള്ള സമുദ്രപാതയാണ്. സമുദ്രപാതയും തുറമുഖവുമാണ്. ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ഏദൻ ഉൾക്കടൽ ഈ വഴി. അതിനാൽ ഈ ഒരു സമുദ്രപാത UAEക്ക് കിട്ടണമെങ്കിൽ UAEയുടെ കൺട്രോളിൽ വരണം. അതുവഴി UAEക്ക് ഈ പറഞ്ഞ എന്താ പറയുക വാണിജ്യപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഒരു ദക്ഷിണ യമനെ വേർപിരിക്കണം. അതായത് ദക്ഷിണ യമനെ വേർപിരിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ അപ്പോൾ ഈ കടലെടുക്കൊക്കെ പോകുന്നത് ദക്ഷിണ യമൻ ത്രൂ ആണ് പോകുന്നത്. അപ്പോൾ ദക്ഷിണ യമനെ വേറൊരു രാജ്യമായിട്ട് പ്രഖ്യാപിക്കണം എന്നാണ് അവിടുത്തെ ആ ഒരു ദക്ഷിണ യമന് വേണ്ടി വാദിക്കുന്ന ആളുകൾ പറയുന്നത്, അതായത് STC വാദികൾ പറയുന്നത്. അപ്പം അവരെ സപ്പോർട്ടാണ് എപ്പോഴും UAE ചെയ്യുന്നത്. UAEക്ക് ഇത് പിരിച്ചു കഴിഞ്ഞാൽ UAEയുടെ വാണിജ്യപരമായിട്ടുള്ള പല സപ്പോർട്ടുകളും കടലെടുക്കുകയൊക്കെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് UAEയുടെ ഈ ഒരു യമനിലുള്ള പ്രധാന താല്പര്യം. STC എന്ന് പറഞ്ഞാൽ സൗത്ത് ട്രാൻസിഷണൽ കൗൺസിലാണ് കേട്ടോ. അവരും
ഹൂത്തികളുമാണ് അവിടെ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ സദേൺ യമന് വേണ്ടിയിട്ടാണ് അവർ വാദിക്കുന്നത്. അപ്പം അതിനാണ് സപ്പോർട്ട് ചെയ്യുന്നത് UAE. അപ്പോൾ UAE അവർക്ക് സപ്പോർട്ടായിട്ട് എന്താ പറയുക, വാറിന് ആവശ്യമായിട്ടുള്ള ആയുധങ്ങളും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് എന്നാണ് സൗദി പറയുന്നത്. അതാണ് ഈ രണ്ട് രാജ്യങ്ങൾക്ക്, ഈ രണ്ട് യമൻ എന്ന രാജ്യത്തുള്ള താല്പര്യം. അപ്പം അതുകൊണ്ട് തന്നെ UAEയുടെ ആഗ്രഹം ഇപ്പം യമൻ വിഭജിച്ചാലും കുഴപ്പമില്ല, എന്താണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ അവർ സപ്പോർട്ട് ചെയ്യുന്ന ഈ തെക്കൻ എന്താ പറയുക, ഈ പ്രവിശ്യ തെക്കൻ STC ഗ്രൂപ്പിന്, ഈ സദേൺ കൗൺസിലിന് വേണം എന്നുള്ള താല്പര്യം കൊണ്ടാണ് UAE ഇതിന് വേണ്ടിയിട്ട് എന്ത് സഹായവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ്, അല്ലെങ്കിൽ UAEയും സൗദിയും തമ്മിലുള്ള പ്രശ്നം യമനിൽ വരുന്നത് ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഇന്ന് ഈ സൗദിയുടെ ഒരു കർശന നിലപാട് വന്നിട്ടുള്ളത് റെഡ് ലൈൻ ആണ്. റെഡ് ലൈൻ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്നാണ് സൗദി പറഞ്ഞത്. അതായത് UAE പിന്തുണയുള്ള ഈ STC ഗ്രൂപ്പ് തെക്കൻ യമനിലെ ഭരണം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് സൗദി ഗൗരവമായിട്ടാണ് കാണുന്നത്. ഇത് സൗദിയുടെ ദേശീയ സുരക്ഷയെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ റെഡ് ലൈൻ ആണെന്നാണ് റിയാദ് കഴിഞ്ഞ ദിവസം, അതായത് സൗദി ക്യാപിറ്റൽ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതൊരു റെഡ് ലൈൻ ആണ്. അപ്പോൾ ഇത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇതിലെന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അത് സൗദിക്ക് എഗെയിൻസ്റ്റ് ആവും. അതുകൊണ്ട് തങ്ങളുടെ അയൽരാജ്യത്ത് മറ്റൊരു രാജ്യം സഖ്യകക്ഷിയാണെങ്കിൽ പോലും സ്വാധീനം ഉറപ്പിക്കുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് ഏതറ്റവും വരെ ഈ ലൈൻ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഏതറ്റവും വരെ പോകും എന്നാണ് സൗദി കഴിഞ്ഞ ദിവസം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ ദക്ഷിണ യമൻ എന്ന് പറഞ്ഞ നമ്മുടെ STC എന്ന് പറഞ്ഞില്ലേ, അപ്പം ഈ സദേൺ കൗൺസിൽ, ട്രാൻസിഷൻ കൗൺസിൽ എങ്ങനെ വന്നു, ആ ഒരു ദക്ഷിണ യമൻ വരണം എന്നുള്ളൊരു ചിന്ത ഇവർക്ക് എപ്പം വന്നു എന്നുള്ളതിനെ പറ്റി നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ 1967 മുതൽ 1990 വരെ നിലനിന്നിരുന്ന സൗത്ത് യമൻ എന്ന രാജ്യത്തെ പുനർജീവിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് 67 മുതൽ 90 വരെ ഇങ്ങനെ സൗത്ത് യമൻ എന്ന രാജ്യം ഉണ്ടായിരുന്നു. പിന്നെയാണ് അവിടെ ഈ ആഭ്യന്തര പ്രശ്നങ്ങളും കാര്യങ്ങളും വന്നിട്ട് അത് യമനോട് ഭാഗമായിട്ട് മാറുന്നത്. അപ്പം ആ രാജ്യം വീണ്ടും ഉണ്ടാക്കുക എന്നുള്ളത് ലക്ഷ്യമാണ് ഇപ്പം ഈ STC ഗ്രൂപ്പിനുള്ളത്. അപ്പം UAE പിന്തുണയ്ക്കുന്ന STC ഈ പഴയ രാജ്യം തിരികെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ഇത് യമനിലെ ഔദ്യോഗിക ഭരണമായിട്ടുള്ള, സൗദി പിന്തുണയ്ക്കുന്ന ഔദ്യോഗിക ഭരണമായിട്ടുള്ളവരെ തകർക്കുന്നതിനാൽ വലിയ ആഭ്യന്തര കലഹത്തിനാണ് ഇത് കാരണമാകുന്നത്. ഇതാണ് അവിടെ നടക്കുന്നത്. അപ്പം ഈ ഒരു പ്രശ്നം, ഈ സൗദിയും UAEയും തമ്മിലുള്ള ഒരു പ്രശ്നം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഭാവിയിൽ വരുന്ന മറ്റ് പ്രശ്നങ്ങളുണ്ട്. ഇതിൽ നമുക്കറിയാം ഇസ്രായേലും അതുപോലെ തന്നെ അമേരിക്കയൊക്കെ ഇൻവോൾവ് ആയിട്ട് ഇവർ അറബ്സിനെ പരസ്പരം അടിച്ച് ഒരു മൂലയ്ക്ക് ഇരുത്താനുള്ള എല്ലാ കാര്യങ്ങളും അവരൊരു സൈഡിൽ കൂടെ ചെയ്യുന്നുണ്ട്. ഞാൻ അതല്ലാതെ ഭാവി പ്രത്യാഘാതങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ UAE തങ്ങളെ സൈന്യത്തെ പിൻവലിക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് UAE അവരുടെ സൈന്യത്തെ ഈ യമനിന് പിൻവലിക്കും എന്നവർ പറഞ്ഞിട്ടുണ്ട്. അവർ വളർത്തിയെടുത്ത പ്രാദേശിക സൈനിക ഗ്രൂപ്പായിട്ടുള്ള STC സൗദിക്ക് വലിയ വെല്ലുവിളിയാണ്. അപ്പം ഈ തർക്കം പരിഹരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഹൂത്തി വിമതർക്ക് ഇത് കൂടുതൽ ശക്തി നൽകും. അതേ സ്ഥാനത്ത് യമനിൽ തന്നെയുള്ള ഹൂത്തികൾക്ക് ഇവർ തമ്മിലുള്ള യുദ്ധം, അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള പ്രശ്നം ഹൂത്തികൾക്കാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ടായി പോകുന്നത്. അപ്പോൾ ആ സപ്പോർട്ട് വന്നു കഴിഞ്ഞ് മറ്റു രീതിയിൽ അവിടെ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അത് സൗദിക്കും മറ്റൊരു രീതിയിൽ എഫക്റ്റ് ആകും. അപ്പോൾ സൗദി എത്രത്തോളം ഇതിനെ അക്സെപ്റ്റ് ചെയ്ത് ഇതിനെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളത് അറിയില്ല. സൗദി ഏത് രീതിയിലാണ് അപ്പോൾ അതിനെ ആക്രമിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിലും നമുക്ക് വലിയ സംശയമുണ്ട്. സത്യത്തിൽ പറഞ്ഞാൽ യമനിൽ ഓൾറെഡി ഹൂത്തികളെ കൊണ്ട് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ അങ്ങോട്ട് പോകുന്നുണ്ട് ആ രാജ്യത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നോക്കുകയാണെങ്കിൽ. അപ്പോൾ അതിനേക്കാൾ വലിയ പ്രശ്നമാണ് സത്യത്തിൽ ഈ UAEയും ഈ സൗദിയും തമ്മിൽ അവരുടെ അധികാരത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവരെ തമ്മിലടുപ്പിക്കുന്ന ഒരു കാരണം കൊണ്ട് ഏറ്റവും കൂടുതൽ ഈ അവിടുത്തെ സാധാരണ ജനങ്ങളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ വലയുന്നതും കഷ്ടപ്പെടുന്നതും. ഏതൊരു യുദ്ധം വന്നു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണല്ലോ അല്ലേ. യുദ്ധം വന്നു കഴിഞ്ഞാൽ രാജ്യത്തെ എന്താ പറയുക, ഭരണാധികാരികൾക്കോ അല്ലെങ്കിൽ മറ്റു രാജ്യത്തിൻ്റെ ഭരണാധികാരികൾക്കോ എല്ലാം അവർക്ക് സൈനിക ബലം കൂട്ടാനും, അല്ലെങ്കിൽ അവരുടെ സൈനിക ശക്തി കാണിക്കാനും, മറ്റ് വാണിജ്യ കാര്യങ്ങൾക്കൊക്കെ അവർ യുദ്ധം ഒരു ഭാഗമാക്കുമ്പം അതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ആ സ്ഥലത്തെ, ആ നാട്ടിലെ സാധാരണ ജനങ്ങളും അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന മറ്റ് നാട്ടിലെ സാധാരണ ജനങ്ങളാണ്. അപ്പോൾ യുദ്ധം ഒരിക്കലും ഒന്നിനും ഒരു പരിഹാരമല്ല എന്നറിയാം. അതിപ്പോൾ ഏത് യുദ്ധമാണെങ്കിലും. പക്ഷേ അങ്ങനെ നടക്കുന്നുള്ളൂ നമ്മുടെ നാട്ടിൽ.